ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. 8 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ 1 കിലോ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുള്ളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവ നമുക്കൊന്ന് മസാല പുരട്ടി വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടിയെടുക്കാം. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫിഷും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സവാള ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 4 സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂസും കിസ്മിസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായൊന്ന് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും 1 കൂടം വെളുത്തുള്ളിയും വലിയൊരു പീസ് ഇഞ്ചിയും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി കളറാണ് ഇഷ്ടമെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അത്രയ്ക്ക് സ്പൈസി ആവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ ചെയ്യാൻ. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. സവാളയും തക്കാളിയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം.
1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളി കുറഞ്ഞ തൈരാണ് ഇത്. നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുള്ളൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഫിഷ് നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. ബാക്കി മുഴുവനും ഇതിലേക്ക് ചേർക്കണം. ഞാനത് ചേർക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. 1 കിലോ ബിരിയാണി റൈസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളത്തിലേക്ക് 3 ഏലക്കയും 5-6 പട്ടയും 6 കറാമ്പൂവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണിത്. ദമ്മിടാനുള്ള ബിരിയാണി ചെമ്പിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റൈസിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും റൈസിൻസും കാഷ്യൂസും ഒക്കെ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ബിരിയാണി മസാലയും 1/4 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. മുഴുവൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കി വരുന്ന റൈസും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാലയും നെയ്യും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതും ഇതിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടി കയറ്റി വെക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് നമുക്കൊന്ന് ദമ്മിട്ടെടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ മസാലയും റൈസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റിൽ ഫിഷ് ബിരിയാണി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മസാലയിൽ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു.